എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഊണാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ കോംബോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഊണിലേക്ക് ഞാൻ ആദ്യമേ റെഡിയാക്കി എടുക്കുന്നത് ഒരു മോരുകറിയാണ്. കഷ്ണങ്ങൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി നോക്കുക. അപ്പോൾ സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ. ഇത്രയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു 3-4 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് നല്ല കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോഴൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചൂട് കൊണ്ടിട്ട് നമ്മുടെ മോര് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിരിക്കും തോറും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കട്ടായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറുകയും വരും കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ തന്നെ പാത്രമിട്ട് മൂടി വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യ സമയത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഫുൾ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാറില്ല. ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്നായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. ഒത്തിരി നേരിട്ട് വറുക്കുകയാണെങ്കിൽ നമ്മുടെ ചെമ്മീൻ വല്ലാതെ അങ്ങോട്ട് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല. കുറച്ച് സോഫ്റ്റായിട്ട് ഇരുന്നാലാണ് നല്ല രസം ഉണ്ടാവുക കഴിക്കാൻ. അപ്പോൾ അതാ ഇവിടെ ഒരു വശം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ 2 വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഫ്രൈ ആയി വന്നിട്ടുള്ള കറിവേപ്പില. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മെഴുക്ക് വരട്ടാൻ വെച്ചിരുന്ന പാവയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഊണൊന്ന് വിളമ്പാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം നാരങ്ങാച്ചാർ വെക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയില്ലേ, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ചെമ്മീൻ ഫ്രൈ വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്